നമസ്തേ. പുരാണങ്ങളിൽ കേരളത്തിൻ്റെ പ്രാധാന്യം എന്തെന്നറിയാൻ ആഗ്രഹമുണ്ട്. ഒരു ഏകതാനബോധം അഥവാ സമാനഭാവം. മഹാബലിയുമായി മാത്രമാണോ അതിന് ബന്ധം? കേരള ചരിത്രം എന്ന് പറയുന്നത് വളരെ വിപുലമായ അർത്ഥത്തോട് കൂടിയിട്ടുള്ള ഒന്നാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തവും വ്യതിരിക്തവുമാണ് കേരളത്തിൻ്റെ ചരിത്രവും മാനസികാവസ്ഥയും അതുപോലെ എല്ലാ പശ്ചാത്തലങ്ങളും. ശ്രീമദ് ദേവി ഭാഗവതം വളരെ പ്രധാനപ്പെട്ട പുരാണമാണ്. 18 പുരാണങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠവും പവിത്രവുമായ പുരാണമാണ് ശ്രീമദ് ദേവി ഭാഗവതം. ആ ദേവി ഭാഗവതത്തിൽ സുദർശനൻ എന്നും അതുപോലെ തന്നെ ശംഖചൂഡൻ എന്നും പറയുന്ന 2 അസുരന്മാർ ശക്തമായിട്ടുള്ള യുദ്ധം നടത്തുന്നുണ്ട്. അതിൽ സുദർശനൻ മഹാവിഷ്ണുവിൻ്റെ ഭക്തനും ശംഖചൂഡൻ എന്ന് പറയുന്നത് പരമശിവൻ്റെ ഭക്തനുമാണ്. ഉയരത്തിൽ പറഞ്ഞാൽ ശൈവ മതവും അല്ലെങ്കിൽ വൈഷ്ണവ മതവും എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇവർ തമ്മിൽ കഠിനമായിട്ടുള്ള വിദ്വേഷവും കഠിനമായിട്ടുള്ള പോരാട്ടവും നടക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനുള്ളൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മഹാവിഷ്ണു സുദർശനൻ്റെ ഭാഗത്തും പരമശിവൻ ശംഖചൂഡൻ്റെ ഭാഗത്തും ചേർന്ന് നിന്നുകൊണ്ട് അതികലശലായ അതികഠിനമായ യുദ്ധം നടക്കുകയാണ്. ഈ യുദ്ധത്തിൽ ഒരു പരിസമാപ്തി ഉണ്ടായിട്ടില്ലെങ്കിൽ നിശ്ചയമായിട്ടും ലോകാലോകങ്ങൾ മുഴുവൻ നശിക്കും എന്നാണ് ദേവി ഭാഗവതം ഘോഷിക്കുന്നത്. അപ്പോൾ ഇതിന് ഒരു എന്തെങ്കിലും ഒരു പരിഹാരം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് തീരുമാനം ഉണ്ടാക്കണമെന്ന് വെച്ച് ബ്രഹ്മദേവനും കൂട്ടരും ആലോചിച്ചു. വളരെ മുമ്പ് തന്നെ ദേവാസുരന്മാരും അതുപോലുള്ള ആളുകൾ തമ്മിൽ യുദ്ധം നടക്കുമ്പോൾ ഭാരതത്തിൽ നിന്ന് രാജാക്കന്മാർ സ്വർലോകത്ത് എത്തിച്ചേരുകയും ദേവന്മാരുടെ പക്ഷം പിടിച്ച് യുദ്ധം ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ചരിത്രം പണ്ട് തന്നെ ഉണ്ട്. അതിന് ഉദാഹരണമാണ് ദുഷ്യന്തൻ സ്വർഗലോകത്തിൽ എത്തുകയും ദേവന്മാരെ യുദ്ധത്തിൽ സഹായിക്കുകയും ഒക്കെ ചെയ്ത ചരിത്രം അഭിജ്ഞാന ശാകുന്തളത്തിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അപ്പോൾ ഈ പറഞ്ഞു വരുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു തീർപ്പ് കൽപ്പിക്കുവാൻ പൊതുവെ കേരളത്തിലെ രാജാക്കന്മാരെ ക്ഷണിക്കുക പതിവുണ്ട്. ദേവേന്ദ്രൻ പൊതുവെ ക്ഷണിക്കുക പതിവുണ്ട്. അങ്ങനെ ഈ സുദർശനും ശംഖചൂഡനും തമ്മിലുള്ളതായ ആ യുദ്ധത്തിന് ഒരു പരിസമാപ്തി ഉണ്ടാക്കുവാനും ഒരു ഏകദാന ബോധത്തോടു കൂടിയിട്ട് സമാധാനപരമായ അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് രാജാക്കന്മാരെ ക്ഷണിച്ചു. അംഗം, വംഗം, ചേരം, ചോളം, പാണ്ഡ്യം, കന്യാകുബ്ജം തുടങ്ങിയതായ രാജ്യങ്ങളിലെ രാജാക്കന്മാരെയും ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ മറ്റുള്ള രാജാക്കന്മാർക്ക് ഒരു തീർപ്പ് കൽപ്പിക്കാൻ പറ്റാത്ത ഒരു അവസരത്തിൽ കേരളത്തിൽ നിന്നും എത്തിച്ചേർന്ന കേരളൻ എന്ന രാജാവ്, ദേവി ഭാഗവത്തിൽ ആ പേര് തന്നെ കേരളൻ എന്ന രാജാവിൻ്റെ പേരാണ് കാണുന്നത്. ആ കേരളൻ എന്ന രാജാവാണ് വളരെ സമർത്ഥമായിട്ട് സംസാരിക്കുകയും അനുനയിപ്പിക്കുകയും ആ യുദ്ധത്തിന് ഒരു പൂർണ്ണവിരാമം ഇടുവാൻ വേണ്ട സാഹചര്യങ്ങൾ സൃഷ്ടിക്കുകയും ഒക്കെ ചെയ്തത് ഈ കേരളൻ എന്ന രാജാവാണ്. ആ മഹാനായ രാജാവ് ഭരിച്ചതുകൊണ്ടാണ് ഈ സംസ്ഥാനത്തിന് കേരളം എന്ന പേര് വന്നത് എന്ന് ദേവി ഭാഗവതത്തിൽ പ്രത്യേകം എടുത്തു പറഞ്ഞു. അതാണ് കേരളം എന്നായി തീർന്നത്. ചരിത്രപരമായിട്ട് കുറേ കാര്യങ്ങളുണ്ട്. ചേരരാജ്യമാണ്, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. എന്നുവരികിലും ഈ കേരളൻ എന്ന രാജാവ് സ്വതന്ത്രമായിട്ട് ചിന്തിക്കുവാനും സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കുവാനും സ്വതന്ത്രമായിട്ടുള്ള തീരുമാനമെടുക്കുവാനും ഒക്കെ കഴിവുള്ള, കേൾപ്പുള്ള, ശേഷിയുള്ള ഒരു രാജാവ് ആണ്. ആ വംശപാരമ്പര്യത്തിൽ പെട്ടതുകൊണ്ടായിരിക്കാം കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്വതന്ത്രമായ കാഴ്ചപ്പാടും സ്വതന്ത്രമായ ചുറ്റുപാടും സ്വതന്ത്രമായ രീതിയിൽ ആദർശങ്ങൾ പറയുവാനും പ്രവർത്തിക്കുവാനുമുള്ള ഒരു തൻ്റെ ഇടം വളരെ പൗരാണിക കാലത്ത് തന്നെ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് എടുത്തു പറയാൻ നമുക്ക് സാധിക്കും.
വളരെ ഇതാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മഹാബലിയെയും അംഗീകരിക്കുവാനുള്ള കാരണം എന്താണ്? അദ്ദേഹം വളരെ നന്നായിട്ട് രാജ്യം ഭരിച്ചു. അസുരനാണെന്ന് വരികിലും ആ അസുരനായാലും ദേവനായാലും നല്ല കാര്യങ്ങൾ ആര് ചെയ്യുന്നുവോ ആ ചെയ്യുന്ന കാര്യത്തെ അംഗീകരിച്ചുകൊണ്ട് അവർക്ക് പിന്തുണ പ്രഖ്യാപിക്കുക എന്ന് പറയുന്ന സ്വതന്ത്രമായ കാഴ്ചപ്പാടും ഉൾവിളിയുമുള്ള ജനതയാണ് കേരള ജനത എന്ന് വളരെ അഭിമാന പുരസ്സരം തന്നെ നമുക്ക് പറയാൻ സാധിക്കും. അതാണ് ഒരു പ്രത്യേകത. അതാണ്. പിന്നീട് മറ്റൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സമാന ഭാവം നമ്മുടെ രക്തത്തിൽ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഈ മഹാബലിയുമായിട്ടുള്ള കഥയുമായിട്ട് ഓണാഘോഷത്തെ ബന്ധിപ്പിച്ചത് എന്ന് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യവും അതിൻ്റെ പിന്നിലുണ്ട്. പിന്നെ പ്രധാനമായിട്ടുള്ള മറ്റൊരു കാര്യത്തിൽ പറയുമ്പോൾ അവതാരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവതാരം തന്നെയാണ് വാമനാവതാരം എന്ന കാര്യവും നമ്മൾ എടുത്തു പറയേണ്ട ഒന്നാണ്. കാരണം മത്സ്യ കൂർമ്മോ വരാഹോ ഹരിവടു ഭാസ്കരോ രാമചന്ദ്ര ശ്രീകൃഷ്ണശ്ച ഗൽഹ്യം എന്ന ദശാവതാരത്തിൽ പൊതുവെ അപ്രധാനമായിട്ടാണ് ചിലപ്പോൾ നമ്മൾ കാണുന്നത്. വാമനാവതാരത്തിൽ അത്ര ഒരു പ്രസക്തി ഇല്ലാത്ത രീതിയിലാണ്. എന്നാൽ വാമനാവതാരത്തിന് വളരെയധികം പ്രസക്തി ഉണ്ട് എന്നുള്ളതാണ് പ്രത്യേകത. കാരണം തപസ്സിനാണ് ചോദിക്കുന്നത് അല്ലേ. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനസ്സമാധാനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത് ലൗകിക സുഖഭോഗങ്ങളോട് മാത്രമല്ല, തപസ്സിനും കൂടി പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് നമുക്ക് ഏക്കറക്കണക്കിന് സ്ഥലമുണ്ടായതുകൊണ്ടോ വലിയ ഭവനമുണ്ടായതുകൊണ്ടോ സ്വത്തുക്കൾ ധാരാളം ഉണ്ടായതുകൊണ്ടോ ബന്ധുക്കൾ അനവധി ഉണ്ടായതുകൊണ്ടോ മാത്രം കാര്യമായിട്ടില്ല. സമാധിക്ക് സമാധാനമായിട്ടിരിക്കുവാനും ദൈവത്തെ പ്രാർത്ഥിക്കുവാനും തപസ് ചെയ്യുവാനും പറ്റിയിട്ടുള്ള ഒരിടമാണ് ഭൂമിയിൽ ആവശ്യമായിട്ടുള്ളത്. അതുകൊണ്ടാണ് മരിക്കുന്ന സമയത്ത് 6 അടി മണ്ണും ജീവിക്കുന്ന സമയത്ത് 3 അടി മണ്ണും മാത്രം മതി എന്ന് പറയാനുള്ള കാരണം വാമനൻ്റെ കഥ ഉപോദ്ബലകമായിട്ടാണ്, അടിസ്ഥാനപരമായിട്ടാണ്, ആസ്പദമാക്കിയിട്ടാണ് ചിത്രീകരിച്ചിട്ടുള്ളത്. അതാണ് തപസ്സിന് വേണ്ടിയിട്ട് എന്ന് പ്രത്യേകം എടുത്തു പറയാനുള്ള കാരണം അതാണ്. പിന്നീട് മഹാബലിയെ സംബന്ധിച്ച് പറയുമ്പോൾ അദ്ദേഹം യാഗം ചെയ്ത ആളാണ്. 100ാമത്തെ ഒരു യജ്ഞം നടത്തിക്കഴിഞ്ഞാൽ ഇന്ദ്രപട്ടമാണ് അദ്ദേഹത്തിന് കിട്ടാൻ പോകുന്നത്. അത് മറ്റൊരു കാര്യമാണ്. കാരണം ഈ ലോകത്തിൽ അധികകാലം കൈയാളാൻ ആർക്കും പറ്റില്ല. ബ്രഹ്മദേവനും ഒരു സൂത്രപ്രകാരം ഒരു സമയമുണ്ട്, ദേവേന്ദ്രനും ഒരു സമയമുണ്ട്. നാം മനസ്സിലാക്കേണ്ട കാര്യം അതാണ്. അപ്പോൾ ഈ ഇന്ദ്രപട്ടം വളരെ കാലം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിശ്ചയമായിട്ടും എന്തുവരും? ഒരു അഹങ്കാരം ഉണ്ടായിത്തീരും, അസൂയ ഉണ്ടായിത്തീരും, രാഗദ്വേഷം ഉണ്ടായിത്തീരും, കന്മഷം ഉണ്ടായിത്തീരും. നമ്മൾ പുരാണകഥയെ വായിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ദേവേന്ദ്രൻ്റെ എല്ലാ കഥകളിലും അത് കാണുന്നുണ്ട്. എന്നാൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനത്തിനും ചലനമുണ്ടാകുന്ന രീതിയിൽ ഇദ്ദേഹത്തിൻ്റെ 100ാമത്തെ യജ്ഞം കഴിഞ്ഞാൽ അടുത്ത ഇന്ദ്രപട്ടം കിട്ടേണ്ട ആളാണ് ശരിക്ക് മഹാബലി എന്നുള്ളത് കൊണ്ടാണ് മഹാബലിക്ക് ഏറ്റവും വലിയൊരു പ്രത്യേകത അതാണ് കാണുന്നത്. പിന്നെ മഹാബലിക്കുള്ള മറ്റു പ്രത്യേകത എന്താണ്? അശ്വത്ഥാമാബലി വ്യാസ. അശ്വത്ഥാമാവുണ്ട്. അശ്വത്ഥാമാവാരണം നമുക്കറിയാം, മഹാഭാരതത്തിലെ കഥാപാത്രമാണ്. അടുത്ത സ്ഥാനം വരുന്നത് മഹാബലിയാണ്. ആലോചിച്ച് നോക്കണം. ഒരു ബ്രഹ്മകുലത്തിൽ ജനിച്ച ഒരാളാണെങ്കിലും ചിരഞ്ജീവിത്വത്തിലും നമുക്കത് പ്രത്യേകം എടുത്ത് കാണാൻ പറ്റും. അതായത് പിന്നെ ദുഷ്ടനെ പൂജിക്കണം, ശിഷ്ടനെ പൂജിക്കേണ്ട എന്നാണ് പൊതുവെ പറയുക. അതിന് കുറേ നമ്മൾ അന്നം ഭട്ടൻ്റെ തർക്കശാസ്ത്രത്തിൽ പറയുന്നൊരു കാര്യമാണ്. നമ്മൾ എന്തുകൊണ്ടാണ് പിന്നെ യാതൊരു പേരും പെരുമയും ഇല്ലാതെ ദുഷ്ടസങ്കല്പത്തിന് മാത്രം പാത്രീഭൂതനായിട്ടുള്ള അശ്വത്ഥാമാവിനെ അമരത്തിൽ ആദ്യമായിട്ട് പറഞ്ഞത് അശ്വത്ഥാമ എന്നാണ് പറഞ്ഞത്. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരെ പൂജിക്കണം, ദുഷ്ടനെ പൂജിക്കേണ്ടതല്ല പൂജിക്കണം, അല്ലെങ്കിലാണ് ഏറ്റവും വലിയ ദോഷം ഉണ്ടാവില്ല. അതിന് മറ്റൊരു ഉദാഹരണം ഉണ്ട്, അത് ഈ സമയച്ചുരുക്കം കൊണ്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് അശ്വത്ഥാമാവിനെ ആദ്യം കൊടുത്തിരിക്കുന്നത്. പിന്നെ ആരെയാണ് കൊടുത്തിരിക്കുന്നത്? മഹാബലിയാണ് കൊടുത്തിരിക്കുന്നത്. അത് അശ്വത്ഥാമാബലി വ്യാസ. പിന്നെ വരുന്നത് വേദം വ്യസിച്ച വേദവ്യാസരാണ്. ജാതിയിലായാലും അതുപോലെ മറ്റു കാര്യങ്ങളിലായിക്കഴിഞ്ഞാലും വ്യത്യസ്ത വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ് ഇവർ. അത് പ്രത്യേകം ചിന്തിക്കേണ്ട കാര്യമാണ്. ആ ചിരഞ്ജീവിത്വം കിട്ടിയിരിക്കുന്നത് വേദത്തെ വ്യസിച്ചത് കൊണ്ടാണ് വേദവ്യാസൻ എന്ന വലിയ വ്യാസ. ഹനുമശ്ച, ഹനുമാൻ ചിരഞ്ജീവിയാണ്. ഇപ്പോഴും കദളീവനത്തിൽ തപസ്സനുഷ്ഠിക്കുന്ന ഒരാളാണ് ഹനുമാൻ. അശ്വത്ഥാമ ബലിവ്യാസ ഹനുമശ്ച വിഭീഷണ കൃപ പരശുരാമശ്ച. കൃപനും പരശുരാമനും ഒക്കെ തന്നെ ചിരഞ്ജീവികളായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഈ ചിരഞ്ജീവിത്വത്തിൽ ഏറ്റവും പ്രാധാന്യം കൊടുത്ത ഒരു കഥാപാത്രമല്ലേ മഹാബലി?
ആ മഹാബലിയെ നമ്മൾ പിന്നെ ഓണം എന്ന ആ സാങ്കല്പികമായിട്ടുള്ള ആഘോഷമായിട്ട് ബന്ധപ്പെടുമ്പോൾ എല്ലാ ഓണത്തിനും അദ്ദേഹം വരുന്നുണ്ട് എന്ന് പറയുമ്പോൾ അതിൽ ഒരു പ്രധാന സ്ഥായിയായിട്ടുള്ള ഒരു വശം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ചിരഞ്ജീവിയാണ്, ഏത് സമയത്തും നമുക്ക് വരാൻ സാധിക്കും. അപ്പോൾ കേരളം എപ്പോഴും ഫലഭൂയിഷ്ടമായിട്ട് സസ്യശ്യാമളമായിട്ട് നിൽക്കേണ്ട ഒരു സ്ഥലമാണ് എന്നും എല്ലാവരും തുല്യതാബോധത്തോടെ ഏകദാന ബോധത്തോടെ കഴിഞ്ഞുകൂടേണ്ട അതാണ് എന്നും ആഗ്രഹിക്കുന്ന ഒരു ചക്രവർത്തിയാണ് ശരിക്ക് മഹാബലി. ആ മഹാബലിയുടെ ഒരു തരത്തിൽ പറഞ്ഞാൽ ആ പാരമ്പര്യത്തെ ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കണം കേരളത്തെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരവസ്ഥ കാണുന്നത്. അതുമാത്രമല്ല, പിന്നീട് ജാതീയമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം എല്ലാ ജാതിയും ഇവിടെ ഒരേ രീതിയിലാണ് കാണുന്നത്. കേരളത്തിൽ മാത്രമുള്ള പ്രത്യേകതയാണ് അല്ലേ, മേളത്തോൾ, അഗ്നിഹോത്രി, രചകൻ, ഉളിയനൂർ തച്ചൻ, പിന്നെ വള്ളോൻ, ഉപ്പുകൊറ്റൻ, ബടുതലമരുവൻ നായർ, കാരക്കൽമാത, നേരെ നാറാണത്ത് ഭ്രാന്തൻ, അകമ്പൂർ ചാത്തൻ, പാക്കനാർ, പാണനാർ, വായില്ലാക്കുന്നിലപ്പൻ എന്ന് പറയുന്ന ആ പറയിപെറ്റ പന്തിരുകുളത്തിൻ്റെ കഥ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കിക്കോളൂ. അച്ഛൻ ബ്രാഹ്മണനും അമ്മ പഞ്ചമി എന്ന ഒരു പറയ കുടുംബത്തിൽ ജനിച്ച സ്ത്രീയുമാണ്. ഇങ്ങനെയുള്ള ഉച്ചനീചത്വങ്ങളില്ലാതെ ജാതിയുടെ അതിർവരമ്പുകളും മതിൽക്കെട്ടുകളും തകർത്തുകൊണ്ട് ഒരു ഏകദാന ബോധത്തോട് കൂടിയിട്ടുള്ള ഒരു കുടുംബ സംവിധാനം പൗരാണികമായിട്ട് മറ്റേത് സംസ്ഥാനത്തിലും ഇല്ലാത്തതിനേക്കാൾ കൂടുതൽ വൈപല്യവും പ്രാബല്യവുമുള്ള ഒന്നല്ലേ വാസ്തവത്തിൽ പറയിപ്പറ്റ പദ്ധതികൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഒരു പൊതുവായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വിദ്യാഭ്യാസപരമായി പറഞ്ഞാലും അതുപോലെ തന്നെ സാംസ്കാരികമായിട്ട് പറഞ്ഞു കഴിഞ്ഞാലും എല്ലാ കാര്യങ്ങളിലും ഏറ്റവും ഉന്നതി നിൽക്കുന്ന ഒരാളാണ് മലയാളി എന്ന് പറയുന്നത്. മലയാളിക്ക് എല്ലാ ദിക്കിലും സ്ഥാനമുണ്ട്. ഞാൻ പറയാം, സ്വർഗത്തിൽ ദേവേന്ദ്രനോടൊപ്പം സഹായിക്കാൻ പോയിട്ടുള്ള കേരളം എന്ന രാജാവിൻ്റെ വംശപാരമ്പര്യത്തിൽ കൊണ്ടായിരിക്കാം ബോംബെയിലുള്ള വലിയ സെട്ടുമാർക്ക് കോടാനുകോടി ഉറുപ്പിക ഉണ്ടാക്കി കൊടുക്കുന്നത് മലയാളി മസ്തിഷ്കമാണ്. എവിടെ നോക്കിക്കഴിഞ്ഞാലും മലയാളിയുടെ ബുദ്ധിയാണ് അവിടെ പ്രവർത്തിക്കുന്നത്. എവിടെ നോക്കിക്കഴിഞ്ഞാലും മലയാളമുണ്ട്. പിന്നെ ലോക ഭാഷകളിൽ പഠിക്കാൻ ഏറ്റവും വിഷമുള്ള ഭാഷയും മലയാളമാണ്. അപ്പോൾ മലയാളത്തിൻ്റെ ആ പ്രത്യേകതയും ഭാഷയുടെ പ്രത്യേകതയും ശക്തിയും ഒന്ന് വേറെ തന്നെയാണ്. ബ്രിട്ടീഷുകാർ വന്നപ്പോൾ അവർക്ക് തോക്കും ബോംബും ഒക്കെ ഉണ്ടെങ്കിലും കൂടിയിട്ട് പഴശ്ശിരാജാവിൻ്റെ നേതൃത്വത്തിലുള്ള കുറിച്യപ്പട ഇവിടെ എന്താ ജനിക്കുന്നത്? ടോർപിഡോ, ആ യുദ്ധ സംവിധാനമാണ് ശരിക്കും ഉപയോഗിച്ചിട്ടുള്ളത്. ബ്രിട്ടീഷുകാരടക്കം ഭയന്നു. അതുകൊണ്ടാണ് ഇംഗ്ലണ്ടിൽ പോലും അവരെന്ത് ചെയ്തിരിക്കുന്നത്, ഇത്തരത്തിലുള്ള ലോർഡ് വെല്ലസ്ലിയുടെ നേതൃത്വത്തിലുള്ള ആ യുദ്ധമുറ, ആ ഗറില്ല വാർഫെയർ അവർ പോലും അപ്ലൈ ചെയ്തിരിക്കുന്നത് കേരളത്തിലെ ഈ വിപ്ലവ രീതി കണ്ടുകൊണ്ടാണ്. അപ്പോൾ എന്തു പറഞ്ഞാലും ശരി, നമുക്ക് അഭിമാനിക്കത്തക്ക വിധത്തിൽ കേരളീയരെ സംബന്ധിച്ചിടത്തോളം ഭക്ഷണ രീതിയിലായി കഴിഞ്ഞാലും പെരുമാറ്റത്തിൻ്റെ രീതിയിലായി കഴിഞ്ഞാലും സ്വതന്ത്രമായിട്ടുള്ള ചിന്താഗതിയുടെ രീതിയിലായി കഴിഞ്ഞാലും സ്വതന്ത്രമായിട്ടുള്ള വ്യക്തിത്വത്തിൻ്റെ കാര്യത്തിലായി കഴിഞ്ഞാലും വളരെ വളരെ മുന്നിൽ നിൽക്കുന്ന, വളരെ നമുക്കെല്ലാവർക്കും അഭിമാനിക്കാൻ പറ്റുന്ന ഒരു സാംസ്കാരിക പൈതൃകം പഴയ കാലത്ത് തന്നെ കേരളത്തിൽ ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗഭാഗിത്വം ഉള്ളതാണ് ശരിക്ക് ഈ ഓണാഘോഷം എന്ന് നമുക്ക് നിശ്ചയമായിട്ടും ദൃഢമായിട്ടും തന്നെ പറയാൻ സാധിക്കും.